ഒരു മനസ്സ് നേരത്തെ ഉണ്ടായിരുന്നു? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അഭിനയിക്കണം? ഇല്ല, അഭിനയിക്കണം തോന്നിയിട്ടില്ല ഇതുവരെ. അങ്ങനെ കോണ്ടാക്ടിന്റെ ഹലോ വയർലെസ് കട്ടാന്നാ തോന്നുന്നത്. ഹലോ അങ്ങനെ ഒരു കോണ്ടാക്ട് ബേസിൽ അഭിനയിച്ചതല്ല. എനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ലാത്തതാണ്. മോഹൻ വളരെ ക്ലോസ് ഫ്രണ്ടാണ് എൻ്റെ. അങ്ങനെ കൊണ്ട് മാത്രമാണ് പടത്തിലെ ഞാൻ ക്യാരക്ടർ എന്താണെന്ന് കേട്ട് അഭിനയിച്ചത്. അങ്ങനത്തെ ഒരു പരിപാടിയല്ല ഇത് ഒരു വൺസ് ഇൻ എ ബ്ലൂ മൂൺ പരിപാടിയാണ്. പിന്നെ പടത്തിന്റെ മ്യൂസിക് വളരെ മുമ്പ് തൊട്ടേ എനിക്കിതിന്റെ ട്രീറ്റ്മെന്റ് പരിപാടികളൊക്കെ അറിയാമായിരുന്നു. ഞാനും മോശം ഒരുപാട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളത് തിയേറ്റർ ഫിലിമായിട്ട് തന്നെയാണ് ഇതിനെ തുടങ്ങുമ്പോൾ അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കഠിനത്തിൽ നിന്നും എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മൂവി ലാംഗ്വേജ് ആണ് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ കഠിനത്തിന്റെ ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഇതിനെ കാണാൻ പറ്റില്ല. ഡയറക്ടർ സൈഡായാലും മ്യൂസിക് സൈഡായാലും ഒക്കെ വേറെയാണ്. പുതിയ പരിപാടികൾ കുറച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ചെറിയ ഒരു സബ്ജക്റ്റാണ്, പക്ഷെ അതിനെ മ്യൂസിക്കലിയും അതിന്റെ ഉള്ളിലുള്ള ഒരു വേൾഡ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് നമ്മൾ ഓവർ ദ ടോപ്പ് പരിപാടികൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് തിയേറ്ററിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തതാണ്. അത് തിയേറ്റർ എന്താ തോന്നണ്ടത്? നമ്മളെപ്പോഴും അല്ലേ പറയുന്നത്, ഇപ്പൊ നേരത്തെ ലുക്ക് പറഞ്ഞു, നമ്മള് ഓൺലി ആസ് ഗുഡ് ആസ് ഡയറക്ടർ. ഞാൻ എപ്പോഴും പറഞ്ഞു ഓൺലി ആസ് ഗുഡ് ആസ് മൈ ഡയറക്ടർ. അതിവിടെ ഇരിക്കുന്ന എല്ലാവരും ഇപ്പൊ മോസി എന്താണോ പറഞ്ഞില്ല, ഞാൻ കാരണം അവരെല്ലാവരും ഞാൻ കോമ്പിനേഷൻ ശീതളൊഴിച്ചും ബാക്കിലായിട്ട് കോമ്പിനേഷൻ. അതിൽ നമ്മളൊക്കെ ചെയ്തിട്ടുള്ളത് മോസിയുടെ കൺവിക്ഷൻ അല്ലെങ്കിൽ മോസി എന്താണോ പറഞ്ഞിട്ടുള്ളത് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നല്ല പണിയറിയാവുന്ന ആൾക്കാരോട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആസ് ആക്ടേഴ്സ് നമുക്കും വളരെയധികം ഗുണം ചെയ്യും. നമ്മളെ അവർ കൃത്യമായിട്ട് നമ്മളെ എവിടെയൊക്കെ പാളിച്ചകളുണ്ട്, ഇത് ഇതിനകത്ത് ലുക്ക് പറഞ്ഞു, ഇത് നീ അത് ചെയ്യണ്ട, ഇത് നീ അത് ചെയ്തിട്ടുണ്ട്, ഇത് വേണ്ട, ഇത് റിപ്പീറ്റ് ആവും, ഇത്തരം കാര്യങ്ങൾ നമ്മൾ നിരന്തരമായി നമ്മളെ ഫീഡ് ചെയ്യുകയും നമ്മളെ പറഞ്ഞു തരികയും ചെയ്യുമ്പോൾ നമുക്ക്, കാരണം ഇതിപ്പോൾ നിത്യാഭ്യാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യം ചെയ്തു പോവുക. അപ്പോൾ ചില സ്ഥലങ്ങളിൽ കൂടുതൽ പണിയെടുക്കേണ്ട സ്ഥലം നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ 1-2 ഭാവങ്ങളിൽ ഒതുക്കും. അപ്പോൾ അവർ പറയാം പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ ത്രൂട്ട് ആ പടത്തിൽ അത് വെച്ച് പിടിക്കും. പക്ഷെ ഇത് ഇവിടെ നടക്കില്ല എന്ന് എനിക്ക് ഫസ്റ്റ് ദിവസം തന്നെ എൻ്റെ കാര്യത്തിൽ മനസ്സിലായി. അപ്പൊ പിന്നെ ഉഴപ്പാൻ പറ്റില്ല. അപ്പൊ പിന്നെ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ഉഴപ്പി ചെയ്യേണ്ട ഒരു ക്യാരക്ടർ വരുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടായിട്ട് പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നിരന്തരമായിട്ട് ഡയറക്ടറുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അശ്വന്ത് പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നല്ലത് പറയും, നല്ല സിനിമകൾ വരുന്ന സമയത്ത് നല്ലത് പറയും. പുള്ളിക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളും അവർക്ക് ചില സിനിമകൾ നല്ലത് തോന്നുന്നത്, നല്ലത് തോന്നി നല്ലത് പറഞ്ഞു. ഒരു കുജലം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിരുന്നു, ഇഷ്ടമായെന്ന് പറഞ്ഞു. അപ്പം ഇത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചില്ല. അപ്പം ഞങ്ങൾ കുറച്ചായി സംസാരിച്ചിട്ട്, പക്ഷെ നാളെ മോശം വരുമ്പോൾ ഇതിനേക്കാളും മോശം പറയും. അത്രേ ഉള്ളൂ. അതിന് അങ്ങനെ കണ്ടതാണ്. ഇല്ല, പുള്ളി അയർലൻഡിലെ ഒരു ഷോന് പോയി. അപ്പൊ ഇവിടെ ഇല്ല. അതിനുള്ള എഫേർട്ടല്ലേ എൻ്റെ ഈ കൈ പോയത്. അങ്ങനെയല്ലേ കഴിഞ്ഞ വർഷം മറ്റേ നിനക്ക് ബാഡ് ബോയ്സിനൊക്കെ വരുമ്പോൾ ഞാൻ പ്ലാസ്റ്റർ ഇട്ട് വന്നില്ലേ, ഓർമ്മയില്ലേ? അത് ഇവനെ അടിച്ചൊടിച്ചത് കൈതാണ്. കാരണം അവനെ ആ സമയം ജിംഖാന കഴിഞ്ഞിട്ട് വരുന്ന വഴിയല്ലേ. അപ്പോ അവിടെ അപ്പൊ അതിനകത്ത് മാഷായിരുന്നല്ലേ, അതിനകത്ത് എന്തോ ഒരു ദേഷ്യം ആരോടോ തീർക്കാനുണ്ടായത് എന്റെ നെഞ്ചത്താണ് തീർത്തത്. ഞാൻ ഒരുപാട് വലിയ വില കൊടുക്കേണ്ടി വന്നു. ഒന്ന് ആ സമയം മലയാള സിനിമ ഒന്ന് ചെറുങ്ങനെ കരാട്ടക്കാരൊന്നും ഇങ്ങനൊന്നും അടിക്കൂല. അവർക്കൊക്കെ ടൈമിംഗ് ഉണ്ടാവും. അതൊന്നുമില്ല. കരാട്ടക്കാരൊന്നും ആരും ഉപദ്രവിക്കില്ല. ഇല്ല, ശരിക്കുള്ള അടിയാണ്. പിന്നെ ഈ അടി എന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കലും വാങ്ങലും ഉണ്ടല്ലോ. വാങ്ങുമ്പോ ഒരു ടൈമിങ് വേണല്ലോ. എല്ലാം വേണം. അല്ലല്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ,
ഇതൊക്കെ ഡിപ്പെൻസ് ഓൺ ഞാൻ പറഞ്ഞില്ല നമ്മൾ ഈ സംവിധായകനുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അല്ലെങ്കിൽ ആ സിനിമ, അല്ലെങ്കിൽ അതിന്റെ ഡിപ്പെൻസ് ഓൺ ദ പ്രൊജക്ട്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇവരുമായിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്കൊരു ഈ സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു കംഫർട്ടിൽ നിർത്തുക, അല്ലെങ്കിൽ നമ്മളൊരു കംഫർട്ട് സോൺ ആയിരുന്നു ഈ സിനിമ എല്ലാവരും. പിന്നെ ഈ പ്രോജക്റ്റിനൊരു ഗുഡ് വിൽ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ തുടക്കം മുതലേ കൈയൊടിഞ്ഞു കാലൊടിഞ്ഞു അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സിനിമക്ക് ഒരു ഗുഡ് വിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഭയങ്കര ഹാപ്പിലി ചെയ്ത സിനിമയാണ് എന്തൊക്കെ പറഞ്ഞത്. അപ്പൊ അത് ഭയങ്കര ടെൻഷൻ അടിച്ചോ നമ്മൾ ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ചെയ്ത സിനിമയൊന്നുമല്ല. ഭയങ്കര സന്തോഷിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ നല്ല സിനിമകൾ വരുന്ന സമയത്ത് അതിനൊക്കെ അതിന്റെ പുറകിലുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ സിനിമ ചെയ്യുക, നമ്മൾ ആസ്വദിച്ച് സിനിമ ചെയ്യുക എന്നുള്ളത്. ചില സിനിമകൾ അങ്ങനെ ചെയ്യാനുള്ള ചുറ്റുപാടും സാഹചര്യം നമുക്ക് ഉണ്ടാവാറില്ല. അങ്ങനെ ഒരു ചുറ്റുപാടും സാഹചര്യം ഈ സിനിമക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ, അങ്ങനെ ഒരു ഗുഡ് വിൽ ഈ സിനിമക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, വേറെ രീതിയിൽ എങ്ങനെ ആലോചിച്ചാലും ശരി. ഒരു ഫേസ് പഞ്ച് ഇത് പറയുന്നു മസ്താനി, നീ ഇവിടെ മിണ്ടണ്ട, അവളുടെ കൂട്ടുകാരനാണ് നീ എന്നറിയുന്നത് കൊണ്ട് തന്നെ എന്നോട് പലരും മിണ്ടുന്നു. സമയം 3 മണി അത് ചേച്ചി വന്നിരിക്കുന്നു. താങ്ക് യു മീഡിയ. നമസ്കാരം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സോറി ഡിലേ ആയതിന്. ഞാനൊരു എൻ്റെ ഡ്രസ്സ് കാണുമ്പോഴേക്കും ഒരു ഓണ പരിപാടി ഉണ്ടായിരുന്നു, ലേറ്റ് സെലിബ്രേഷൻസ്, അടുത്ത വർഷത്തേക്ക് കുറച്ചുകൂടെ ഏർലി. അപ്പോൾ അതിന് വേണ്ടി പോയിട്ട് ജസ്റ്റ് കമ്മി സോറി. ഇപ്പോൾ കേൾക്കാം, എന്നാലും കേൾക്കാമല്ലോ, മൈക്കിൽ കേൾക്കാം എൻ്റെ വോയിസ്. ഇതിപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഞാനും കുട്ടേട്ടനും അഭിനയിക്കുന്നത് ഒരുമിച്ച്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇതിൽ ആരുടെയും ഹീറോയിൻ്റെയോ അമ്മയൊന്നും അല്ല, അല്ലെങ്കിൽ സ്ഥിരം അങ്ങനെയാണ് സാധാരണ എന്നെ വിളിക്കാറ്. പക്ഷെ ഈ പടത്തിൽ വേറൊരു സെപ്പറേറ്റ് തത്താന്നത് പറയും പാത്തു. അപ്പോൾ ആ ക്യാരക്ടർ മോശം വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഐ വിൽ ഡെഫിനറ്റ്ലി ഡു ഇറ്റ് എന്ന്. കാരണം എനിക്ക് അതിനൊരു കുറച്ച് സ്ക്രീൻ സ്പേസ് ആണെങ്കിൽ പോലും അതിന് വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. സോ ഐ തിങ്ക് അതൊരു ഡിഫറെൻ്റ് ആണ്. ഇത്രയും കുറേ സമയത്തിന് ശേഷം ഒരു പടം റിലീസാവുന്നതിൻ്റെ. സോ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. നോട്ടബിൾ ആയിരുന്നു. ദാറ്റ് വാസ് മൈ മെയിൻ ഇൻറ്റൻഷൻ. ഓഫ് കോഴ്സ് ഞാൻ ഇന്നലെയാണ് ഇപ്പോൾ പടം കണ്ടത്. ഐ ലൈക്ക് ഇറ്റ്. രാത്രി ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് കണ്ടില്ല. ഇന്നലെ രാത്രി 11 o'clock ഷോ പോയി കണ്ടു. ഇപ്പൊ മനസ്സിലായ മലയാളത്തിലാ പറഞ്ഞ